നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ജയൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേവേനിക്കും നയനിക്കും. പെട്ടെന്ന് ദേവേനി ചോദിച്ചു, അല്ല ജയേട്ടാ, പിന്നെ ആർക്കാണ് ആ ഡീല് കിട്ടിയെന്ന് ചോദിച്ചു. അത് ഏൻ ജ്വല്ലറിക്കാന്ന് പറയാണ്. ഏൻ ജ്വല്ലറിക്കോ? അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമായിപ്പോയി. എന്നിട്ട് ആദർശ് വിളിക്കോ മറ്റോ ചെയ്തോ? ഏ, ആദർശിനെ വിളിച്ചായിരുന്നു. ആദർശ് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കയറും. കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവന് എന്താ സംഭവിച്ചെന്നുള്ള. ദേവേനി പറഞ്ഞു, മിക്കവാറും എന്തെങ്കിലും ചതി നടന്നു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അതെ, അത് ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. പക്ഷെ ആദർശ് വന്നാൽ മാത്രമല്ലേ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. നയനയുടെ മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം നയന പറഞ്ഞു, എങ്ങനെ സമാധാനപ്പെടും അച്ഛാ? ഈ കേട്ടിരിക്കുന്ന വാർത്ത എത്ര പൂജകളും വഴിപാടുകളും നടത്തിയതാ. പിന്നെ ആദർശേണ്ണൻ ജയിക്കുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു വെച്ചാന്നല്ലേ പറഞ്ഞ്. പിന്നെ എവിടെയാ ആദർശേണ്ണൻ പഠിച്ചതെന്ന് അറിയില്ലല്ലോ. അതെ, ആദർശൻ എവിടെയാ തെറ്റുപറ്റിപ്പോയെന്ന് നമുക്കും അറിയത്തില്ല. അവൻ വന്നാലേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയത്തുള്ളൂ. ദേവേന് പറഞ്ഞു, ഇതുവരെ ഇതുപോലെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ലോ. കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് മൂർത്തി ജ്വല്ലറി അല്ലേ ഓരോ ദിവസം ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടിവുണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനത് താങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. അജയൻ പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛൻ എന്തേലും തീരുമാനം എടുത്താൽ അതിനൊപ്പം നിൽക്കാനേ നമുക്കും പറ്റുള്ളൂ. അച്ഛന്റെ തീരുമാനങ്ങൾ അറിയാലോ. അച്ഛൻ ഒരിക്കലും കുടുംബത്തെ ബിസിനസ്സിനെ ഒന്നായിട്ട് കൊണ്ടുപോകുന്ന ആളല്ല. ആ, അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അച്ഛൻ അപ്പം തന്നെ MD സ്ഥാനം വിട്ടിറങ്ങത്തുള്ളൂ. പക്ഷെ ആദർശന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കണേന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, എനിക്കും നല്ല പേടിയുണ്ട് അച്ഛന്റെ കാര്യത്തില്. അതായിരിക്കും അച്ഛൻ ചിലപ്പോ 1-2 മണിക്കൂറായിട്ട് മൗനവ്രതത്തിലിരിക്കുന്നത്, ആരോടും ഒന്നും സംസാരിക്കുന്നു പോലും ഇല്ല. ജയൻ പറഞ്ഞു, അതെ, അച്ഛൻ ഇത് അങ്ങ് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എല്ലാം കൊണ്ടും തകർച്ചയിലല്ലേ. പിന്നെ നിങ്ങൾ ഈ വാർത്തയൊക്കെ അറിയാത്ത, ന്യൂസ് വെച്ച് നോക്കാത്തോണ്ടായിരിക്കും. ന്യൂസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ ഇടിഞ്ഞ് താണെന്നൊക്കെ. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല, ആദർശന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പൊ ആദർശ് വന്നാലേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയത്തുള്ളൂ. അതും പറഞ്ഞ് ജയനും അജയനും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദേവേനി നയനോട് പറഞ്ഞു, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല മോളെ, നമ്മുടെ പൂജകളും വഴിപാടുകളും എല്ലാം വെറുതെ ആയി പോയല്ലോ. ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്കത് നേടാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞു. അതേസമയം ജയനും അജയനും കൂടെ താഴേക്ക് ഇറങ്ങി ചെന്നു. ഹാളിൽ മുത്തശ്ശനുണ്ടായിരുന്നു. മുത്തശ്ശൻ ആകെപ്പാടെ ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കുവാണ്. മുത്തശ്ശന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്താണ് ജയനും അജയനും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത്. അവരെ കണ്ടപ്പോ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അല്ല, അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണൂല്ലോ അല്ലേ? അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ദേ, ഞങ്ങൾ ആദർശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഉച്ച കഴിഞ്ഞത്തെ ഫ്ലൈറ്റിന് എത്തുമെന്നാ പറഞ്ഞേ. കൂടുതൽ വിവരങ്ങൾ പറഞ്ഞൊന്നുമില്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആദർശം ഇങ്ങനെ ഒരു വീഴ്ച പറ്റുന്നതല്ല. ഇനി അവന്റെ ഭാഗത്തെ വീഴ്ചയാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം ചതിച്ചാണോ എന്നൊന്നും അറിയത്തില്ല അച്ഛാ. അവൻ വന്നാലേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയത്തുള്ളൂ. അതിനും പക്ഷെ മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. മുത്തശ്ശനൊന്ന് നോക്കുക മാത്രം ചെയ്തു. അത് കണ്ടപ്പം ജയനെ കണ്ടു കണ്ട് കാണിച്ചു, വാ നമുക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഇനി അവിടെ നിന്നുകൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. മുത്തശ്ശൻ അത്രമാത്രം വിഷമമുണ്ടെന്ന് മനസ്സിലായി. അതാണൊന്നും പറയാത്തെ. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പം ആദർശ് ആകെപ്പാടെ മുറിയിൽ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നയനയുടെ കോള് വരുന്നേ. നയന വിളിച്ചിട്ട് ചോദിച്ചു, ആദർശേട്ടാ, എന്താ പറ്റിയത് അവിടെ സത്യത്തിൽ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ നയനെ, അതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പോഴ എന്താണെങ്കിലും അതൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലെന്ന് പറഞ്ഞു. അല്ല, മുത്തശ്ശൻ എന്തേലും പറഞ്ഞോന്ന് ചോദിച്ചു. മുത്തശ്ശനൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ തൊട്ട് മുത്തശ്ശൻ ആരോടും ഒന്നും സംസാരിക്കുന്നു പോലും ഇല്ലാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ ആദർശ് കോള് കട്ട് ചെയ്തു. അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയും കൂടെ കണ്ടുമുട്ടുകയാണ്. അപ്പോഴേക്കും നന്ദു ചോദിച്ചു, നീ എന്താടാ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് പോവാത്തെ? എനിക്ക് പോവാൻ തോന്നിയില്ല നന്ദു, ഞാൻ എങ്ങനെ പോവാനാ? പിന്നെ എനിക്കൊരു യാത്ര പോവാനുണ്ടെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ നിനക്കൊന്ന് വീട്ടിൽ നിന്ന് കയറിക്കൂടെ? വീട്ടിൽ കയറിയിട്ട് പോണെന്നാ ആദ്യം ആലോചിച്ചേ. പക്ഷെ ഇപ്പൊ തോന്നുന്നു വേണ്ടാന്ന്. വീട്ടിലെല്ലാരും ഭയങ്കര വിഷമത്തിലായിരിക്കും. ആ സമയത്ത് ഞാനും കൂടെ അങ്ങ് ചെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷെ ആദർശേട്ടൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് സങ്കടമാടി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആദർശേട്ടൻ തല കുനിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പോലും എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ യാത്ര, ഇതെനിക്ക് മുടക്കാൻ പറ്റുന്നതല്ല. ആദർശേട്ടനാണ് എന്നെ പറഞ്ഞേൽപ്പിച്ചേ. നിനക്കറിയാലോ, ബിസിനസ്സിന് ഞാൻ പഴയതുപോലെയല്ല. ബിസിനസ്സിൽ ഞാൻ ഇപ്പൊ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആദർശേട്ടനാണ് ഈ യാത്ര പ്ലാൻ ചെയ്തു വെച്ചേ. അപ്പൊ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പോണം. 9 മണിയൊക്കെ ആകുമ്പത്തേനും ആദർശേട്ടൻ 9 മണിക്ക് മുമ്പ് വരുമായിരിക്കും. 9 മണിയാകുമ്പത്തേനും എനിക്ക് പോകേണ്ടത്. അതുകൊണ്ട് പിന്നെ സാരമില്ല, ആദർശേട്ടനും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു.
നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലടാ. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യുക. നിനക്കറിയാലോ നന്ദു, എത്ര സന്തോഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങള്. ഇനിയിപ്പൊ ഇതിന്റെ പിന്നില് ആ അബിയുടെ അമ്മയൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. നന്ദു പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ലടാ. നീ ധൈര്യമായിട്ടിരിക്കുക. അവൻ ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും വിളിച്ചോണ്ട് പോകത്തില്ല. അവനെ ഞാൻ ഇനിയിപ്പൊ ഏതേലും ഒഴിഞ്ഞ ഒരു കോളിലേക്ക് കൊണ്ടുപോയി ഇടിച്ചിഞ്ച പരുവാക്കത്തുള്ളൂ. അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പം അനി പറഞ്ഞു, എനിക്ക് തോന്നേ അവർക്ക് പങ്കുണ്ടെന്നാ തോന്നേ, അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലാന്ന് തോന്നേ. കാരണം ആദർശന് ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ചെയ്തു വെച്ചല്ലേ. പിന്നെ ഇങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും എന്റെ മനസ്സ് പറയണേ. എന്നാ ശരിടി, ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നന്ദു ടാറ്റയെ കൊടുത്ത് അനി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനി ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവേനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുക. ആദർശിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോഴാണ് ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയൻ വന്നിട്ട് പറഞ്ഞു, ദേവേനി നീ ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെ ഇരുന്ന എങ്ങനെയാ ശരിയാന്നേ? ഇതേ ആ കൊച്ചിനെ കൂടെ വിളിച്ച് അതിനും എന്തേലും കൊടുക്കുക. അതും ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ? ചേട്ടാ, അവളോട് ഞാൻ പറഞ്ഞ അവൾക്കും വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെ കഴിക്കാനാ ചേട്ടാ? ഇതുപോലെ ഒരു കാര്യം ഇതുവരെയായിട്ടും ആദർശിന് മുമ്പ് സംഭവിച്ചിട്ടില്ലല്ലോ. അത് കേട്ടതും ജയൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല ദേവേനെ, കഷ്ടകാല സമയമാണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? എന്നാലും ജയേട്ടാ, എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പം ജയൻ പറഞ്ഞു, ഇനിയിപ്പോ അച്ഛൻ എന്താ തീരുമാനം എടുക്കുന്നതെന്ന് അറിയത്തില്ല. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും ആ ഒപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല ചേട്ടാ, ആദർശിന് MD സ്ഥാനം നഷ്ടമാവോ? ചിലപ്പം നഷ്ടമാവും. ഈ ഒരു അവസ്ഥയിൽ നഷ്ടമാകുന്നത് തന്നെയാ നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ഇനിയിപ്പം ആ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. അല്ല, അനിക്കാണെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കേ, അനിയുടെ കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കേ. ഒരു പക്ഷേങ്കില് അനിയായിരിക്കും ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നേ. അച്ഛൻ്റെ കാര്യം അറിയാലോ. അച്ഛൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കമ്പനിയെ താഴ്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ താഴ്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരാള് കമ്പനിയുടെ മേൽപ്പത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും നമ്മൾ ആ തീരുമാനത്തോടൊപ്പം നിൽക്കണം. അല്ല ജയേട്ടാ, ആദർശിന് 1-2 വട്ടം ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഒരു കഴിവുകെട്ടവനാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ പറയത്തില്ല. പക്ഷേ എങ്കിൽ അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ മോൻ നോക്കത്തില്ല. മോൻ നോക്കാൻ നടപടി എടുക്കത്തുള്ളൂ. അപ്പൊ അച്ഛൻ എന്തെങ്കിലും നടപടി എടുത്താൽ ഞങ്ങൾ ആ കൂടെ നിൽക്കത്തുള്ളൂ. ഞങ്ങൾക്ക് മക്കൾക്ക് എതിർക്കാനായിട്ട് പറ്റില്ല. കാരണം അച്ഛന്റെ സ്വഭാവം അങ്ങനെയാണ്. നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവക്കാരാണ്. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് തിരുത്താൻ നോക്കും. പിന്നെ അവരെ ആ പൊസിഷനിൽ ഇരുത്തിയിട്ട് കാര്യമില്ലെന്ന് അച്ഛന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവരെ അവിടെ നിന്ന് മാറ്റത്തുള്ളൂ. അതൊക്കെ കേട്ടെന്ന് ദേവേനിക്കും ഭയങ്കര വിഷമായി. അപ്പം ആദർശിന്റെ MD സ്ഥാനം പോകുന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഈ സമയത്ത് ജയൻ പറഞ്ഞു, ഇനിയിപ്പം അച്ഛൻ എന്താ തീരുമാനം എടുക്കുന്ന അറിയത്തില്ല. ഇതുവരെയായിട്ടും അച്ഛനൊന്നും സംസാരിച്ചില്ല. മൗനവ്രതത്തിലല്ലേ. ആദർശ് വന്നു കഴിയുമ്പോൾ അറിയാം അച്ഛൻ എന്താ സംസാരിക്കണേന്ന്. കാരണം ആദർശനോട് സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നേ. നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജയനും കൂടെ കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ അടുക്കള പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി കഴിച്ച പ്ലേറ്റ് കഴുകാൻ തുടങ്ങിയപ്പോൾ ജലജ പറഞ്ഞു, ഇങ്ങോട്ട് തന്നേരം ജാനകി, ഞാൻ കഴുകിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, വേണ്ട ജലജ പറഞ്ഞു, ഞാനല്ലേലും ഇപ്പോൾ അടുക്കളക്കാരിയല്ലേ ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തോളാം. എനിക്കിത് പുത്തിരിയായിട്ടുള്ള കാര്യമല്ലോ. പക്ഷെ ജാനകി സമ്മതിച്ചില്ല. ആ സമയത്ത് ജലജ ആലോചിച്ചു, ഇവളെ കയ്യിലെടുക്കാൻ എന്തോ ഒരു മാർഗം. ഇവളെ ആ പഴയ ജാനകിയാക്കി മാറ്റണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ ജലജയുടെ മനസ്സിലുണ്ടായി. പിന്നീട് ജലജ പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ ജാനകി, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ആദർശിന്റെ കഴിവില്ലായ്മ അവൻ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പം അവന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അച്ഛൻ എന്താണെങ്കിലും അവൻ വന്നുമ്പോൾ ഒരുറച്ച നിലവാരം എടുക്കും. കമ്പനിയുടെ MD സ്ഥാനത്തുനിന്ന് അവനെ മാറ്റാനായിട്ട് ചിലപ്പോൾ ആലോചിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, അതിന് ആദർശനൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? പിന്നല്ലാതെ അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. അച്ഛന് ഒട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അല്ല പിന്നെ നിന്റെ മോൻ അനിയുണ്ടല്ലോ, അവനെ കുറിച്ച് അച്ഛന് നല്ല മതിപ്പാ. ബാക്കി എല്ലാവർക്കും അതെ. അവൻ നല്ല കഴിവുള്ളവനാ. മിക്കവാറും ആദർശിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് MD സ്ഥാനം അനിക്ക് കൊടുക്കാൻ വഴിയുണ്ട്. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു, അതെ, അവൻ എന്താണെങ്കിലും അത്രയ്ക്ക് മിടുക്കനൊന്നുമല്ല. കാരണം ആദർശന് ഇത്തരം കഴിവും കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അവനില്ല. ഇങ്ങനെയല്ല ജാനകി ഓരോന്നൊക്കെ പഠിക്കുന്നേ. അവൻ എന്താണെങ്കിലും കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് വരട്ടേന്നേ. ആദർശ് ഇപ്പൊ 1-2 വട്ടം അവന്റെ കഴിവുകൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ അച്ഛൻ അവനെ ആ സ്ഥാനത്ത് വെച്ചോണ്ടിരിക്കും തോന്നില്ല. എന്തുകൊണ്ടാ യോഗ്യൻ അനിയാന്ന് പറയണം.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജാനകി ചോദിച്ചു, ജലജെ എനിക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏ, നീ ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ പരസ്പരം തമ്മിലടുപ്പിക്കാനാ ശ്രമിക്കണേ അല്ലേന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ അങ്ങനെ ചെയ്യൂന്ന് ജാനകിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്തോ അതിനകത്തൊരു കള്ളത്തരമുണ്ടെന്നറിയാം. വീട്ടിലുള്ളവർ പറയുന്ന നീ അനുസരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, അടുക്കള ജോലികളൊന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇത്രയുമായിട്ടും നിനക്ക് നിന്റെ മരുമോളെ ഇതുവരെയായിട്ടും പറഞ്ഞു തിരുത്താനായിട്ട് പറ്റിയിട്ടില്ല. മരുമോളെ ഏൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാ മോഡലായിട്ട് പോയിരിക്കുന്നത്. അന്നാണ് നിനക്ക് ഒരിക്കലെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ ജാനകി, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും അവൾ അനുസരിക്കില്ല. അവളുടെ സ്വഭാവം അറിയാലോ, വിട്ടുപോത്തിന്റെ സ്വഭാവമാ. ഞാൻ എന്തേലും പറഞ്ഞാ പിന്നെ അത് മതി. അല്ലെങ്കിലും ഇപ്പൊ അവളെ പറഞ്ഞ് വീട്ടിലിരുത്തേണ്ട കാര്യം എനിക്കില്ല. അവയ്ക്കാണെങ്കിൽ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാതെ അവൻ വെറുതെ ഇരിക്കുമല്ലേ. പിന്നെ അവൾക്ക് തോന്നിക്കാണും അവൾക്ക് സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ടാണ് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിനെ തടയിടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊന്നും പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കാനും പോകുന്നില്ല. അത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, ഇനിയിപ്പൊ അത് പറഞ്ഞാ മതി. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെ ജാനകി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ. എത്രയെന്ന് പറഞ്ഞാലും അതിന് കഴിവുള്ളവനാ. അവനാണ് ഇനി MD സ്ഥാനത്തേക്ക് വരണ്ടേ എന്നും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. ജാനകി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ഇതേ സമയത്ത് നയനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. അപ്പോഴാണ് അവന്തികയുടെ വരവ്. ഓ, അവള് വിഷമിച്ച് നിൽക്കുവാന്ന് തോന്നേ. അങ്ങനെ തന്നെ വിഷമിച്ച് നിൽക്കട്ടെ. ഈ തകർച്ച കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറെ ആഗ്രഹിച്ച. പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നിട്ട് ചോദിച്ചു, നയനേച്ചിക്ക് സങ്കടമാണോന്ന് ചോദിച്ചു. നയന പറഞ്ഞു, സങ്കടപ്പെടാതെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാലും ആദർശാണ് ഇത് എന്ത് പറ്റിയെന്നാണല്ലോ നയനേച്ചി അറിയത്തില്ലാത്തെ. ഭയങ്കര സങ്കടം ഭാവിച്ച അവന്തി ഇതൊക്കെ പറയണത്. ആദർശാണ് ജയിക്കാനുള്ള കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ അവിടെ ചെയ്തു വെച്ചാലേ. എന്നിട്ടോ അത് അവന്തിക എനിക്കും അറിയത്തില്ലാത്ത. അപ്പോഴേക്കും അവന്തിക മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാടി എന്താ സംഭവിച്ചതെന്ന്. ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിലിപ്പം ഞാൻ ചിരിക്കുക. പക്ഷേ എങ്കിൽ പുറമേ എനിക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം നിന്നെയൊക്കെ മുന്നിൽ നിന്ന് അഭിനയിക്കുക. അങ്ങനെയൊക്കെ അവന്തിക മനസ്സിൽ പറഞ്ഞു. ഈ സമയത്ത് നയന പറഞ്ഞു, ആദർശേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോഴറിയാം അവിടെ സംഭവിച്ച എന്താന്ന്. മുത്തശ്ശന് ഭയങ്കര വിഷമായെന്ന് തോന്നേ. മുത്തശ്ശൻ ആരോടും മിണ്ടുന്നു പോലുമില്ല. ഒരു പക്ഷെ ആദർശേട്ടൻ വന്നു കഴിയുമ്പോൾ മുത്തശ്ശന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും. എന്നാലും എനിക്ക് പേടി അതല്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആദർശേട്ടൻ എന്തായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് ഓർത്തിട്ടാ. മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല. എന്താണെങ്കിലും ഇതിന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കും. ആദർശനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞിപ്പം നയനിക്കും വിഷമമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.